100ഓളം വീടുകൾ സർക്കാരിന്റെ വിവിധ ക്വാർട്ടേഴ്സുകളായി കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഇന്ന് മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് പറഞ്ഞത്. 109 വീടുകൾ മേപ്പാടി പഞ്ചായത്തിലെ 3-ാം വാർഡിൽ തന്നെയുണ്ട്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. ആ വീട്ടിൽ നേരിട്ട് വെള്ള കണക്ഷൻ ഇല്ല. വൈദ്യുതി ഉണ്ടെങ്കിലും അങ്ങോട്ടേക്ക് റോഡും കൃത്യമായിട്ടും നിർമ്മിച്ചിട്ടുമില്ല. 1 വർഷമായി വീടിൻ്റെ പണി തീർന്നു കിടക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പിക്കാൻ കഴിയാതെ പോയ സർക്കാർ എന്തുകൊണ്ടാണ് അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താഞ്ഞത് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മേപ്പാടി പഞ്ചായത്തിലെ 3-ാം വാർഡ് 7-ാം ചിറയിലെ മെമ്പർ സിന്ധു കെ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. സിന്ധു കെ, നമസ്കാരം. ഇന്ന് രാവിലെ നമ്മൾ പോകുമ്പോഴാണ് ഈ വീടിൻ്റെ പരിതാപകരമായ അവസ്ഥ കണ്ടത്. യഥാർത്ഥത്തിൽ സിന്ധു, എന്താണ് ഈ പ്രോജക്റ്റിന് സംഭവിച്ചത്? മൊത്തം എത്ര വീടുകൾ ഉണ്ടായിരുന്നു? എത്ര വീടുകൾ വാസയോഗ്യമാണ്? വീടുകൾ പണികഴിപ്പിച്ചിട്ടും അവിടേക്ക് ആവശ്യമായ വെള്ളം കൊടുക്കാതെ പോയത് എന്തുകൊണ്ടാണ്? നിങ്ങൾ പഞ്ചായത്തുകാർക്ക് ഇക്കാര്യത്തിൽ ഇടപെടുന്നതിൽ എന്താണ് പരിമിതി? സർ, ഇത് 260 കുടുംബങ്ങൾക്ക് വീട് ട്രൈബൽ മേഖലയിലുള്ള 250 വീടുകളാണ് കൊടുത്തത്. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ സിന്ധു. ഹലോ. 250 കുടുംബങ്ങൾക്കാണ്, ട്രൈബൽ മേഖലയിലുള്ള 250 കുടുംബങ്ങളെ ആണ് പുനരധിവസിക്കാൻ വേണ്ടിയിട്ട് ട്രൈബൽ കൊടുത്ത സ്ഥലമാണ്. അതിൽ 160 കുടുംബങ്ങൾക്ക് കൈവശരേഖ നൽകിയിട്ടുണ്ട്. അതിൽ 110 വീടിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. 30 കുടുംബങ്ങളോളം ഇപ്പൊ അവിടെ താമസിക്കുന്നുണ്ട്. പക്ഷെ വഴിയില്ല, അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. 110 വീടുകളുള്ള ഈ സ്ഥലത്ത് ഈ 110 വീടും പണി കഴിപ്പിച്ചിട്ട് ഇപ്പൊ എത്ര നാളായി കാണും? ആ വീടെല്ലാം പണിത് കഴിഞ്ഞിട്ട് അതിപ്പോ 1 വർഷത്തിന്റെ അടുത്തായിട്ടുണ്ടാവും. 1 വർഷമായിട്ടും ഈ വീടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളത്തിന്റെ കണക്ഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല. സിന്ധു, കേൾക്കാമോ? ഈ 1 വർഷമായിട്ടും ഈ വീടുകളിലേക്ക് ആവശ്യം വേണ്ടുന്ന വെള്ളം, ആവശ്യം വേണ്ടുന്ന റോഡ്, ഇത് രണ്ടും കൊടുക്കാൻ കഴിയാതെ പോയതാണോ? അതിനെ സംബന്ധിച്ച് ഡിപ്പാർട്ട്മെന്റാണ് അത് എടുക്കേണ്ടത്. അത് ആദ്യം തന്നെ എന്നുവെച്ചാൽ കുടിവെള്ള സൗകര്യവും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് വേണമായിരുന്നു അവിടെ ഇങ്ങനെയുള്ള കുടുംബങ്ങളെ കൊണ്ട് താമസിപ്പിക്കാൻ. അപ്പൊ ശരിക്കും ഈ 1 വർഷമായിട്ട് ഈ വീടുകൾ അനാഥമായി കിടക്കുകയാണ്. 109 വീടുകൾ അനാഥമായി കിടക്കുകയാണ്. ഇതിൽ എത്ര ഫണ്ടാണ് ഉപയോഗിച്ചെന്ന് വല്ലതും സിന്ധുവിന് അറിയുമോ? ഫണ്ട് ഒരു വീടിന് 6 ലക്ഷം രൂപയാണ്. അത് ഗുണഭോക്താക്കളെ അക്കൗണ്ടിലേക്ക് വന്നിട്ട് വിവിധ കോൺട്രാക്ടർമാരെടുത്ത് ചെയ്തു കൊടുക്കുന്നതാണ്. 6 ലക്ഷം രൂപയുടെ വീടാണ് നമ്മളവിടെ കണ്ടത്. അത് പോകട്ടെ, അത് പലതും ഇപ്പോൾ ശോചനീയമായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവും. അതിൽ 109 വീടുകൾ എന്ന് പറഞ്ഞാൽ 6 കോടിയിലധികം, 6.5 കോടി രൂപയുടെ മുതലാണ് അവിടെ നിൽക്കുന്നത്, അല്ലേ? 6.5 കോടിയല്ല, എനിക്കൊന്ന് 130 വീടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏകദേശം 8 കോടിയോളം രൂപയുടെ വീടുകളുണ്ട്. അതെ, 50 വീടിന്റെ തറയന്റെ പണി തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഈ പൂർത്തിയായ വീടുകൾ എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് തുറന്നു കൊടുക്കാത്തത്? വെള്ളം കിട്ടാത്തത് കൊണ്ടാണോ? വെള്ളം അവിടെ ലഭ്യമാക്കാത്തത് കൊണ്ടാണോ? അല്ല, അവിടെ തുറന്നു കൊടുക്കാനല്ല, അവര് താക്കോല് കൈപ്പറ്റ. എല്ലാവർക്കും 160 പേർക്കും കൈവശരേഖ 10 സെന്റ് വീതം കൈവശരേഖ കൊടുത്തതാണ്. അവർക്ക് കൈവശരേഖ അടക്കം കൊടുത്തതാണ്, തുറന്നു കൊടുത്തത്. പക്ഷേ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് അവർ വന്ന് താമസിക്കാത്തത്. കൈവശരേഖ കൊടുത്തു, വെള്ളം കൊടുക്കാതെ കൈവശരേഖ കൊടുത്തിട്ട് താഴെയുള്ളൊരു കിണറ്റിൽ പോയി വെള്ളം എടുത്തോളാൻ പറഞ്ഞു, അല്ലേ? വെള്ളത്തിന്റെ സൗകര്യങ്ങൾ ഇതുവരെ ആയിട്ടില്ല. പിന്നെ ഇപ്പോഴത്തെ വേനൽക്കാലത്ത് പഞ്ചായത്ത് ഇടപെട്ട് വേനൽക്കാലത്ത് വെള്ളം അവിടെ എത്തിച്ചു കൊടുത്തു. പക്ഷേ അടിസ്ഥാന സൗകര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കുമോ ബാക്കിയുള്ള 130-109 ആളുകളും അവിടെ വന്ന് താമസിക്കാത്തത്? അതെ, കുട്ടികളെ സ്കൂളിൽ പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ അവർക്കുണ്ട്. പിന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പോകാനുണ്ട്. പിന്നെ അത്രയും ദൂരം നടന്നു പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ അവർക്കുണ്ട്. അവരിപ്പോ എവിടെയാണ് താമസിക്കുന്നത്? ഈ വീടുകളിൽ താമസിക്കേണ്ടിയിരുന്നവർ അവരൊക്കെ ഇവര് മേപ്പാടി പഞ്ചായത്തിൽ 1-2 കുടുംബങ്ങളേ ഉള്ളൂ. ഇത് ഏത് പഞ്ചായത്തിൽ ഇതിൻ്റെതായ കാര്യങ്ങളൊന്നും അറിയില്ല, രേഖകളൊന്നുമില്ല, നമ്പർ ഇട്ട് കൊടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇവര് മുട്ടിൽ പഞ്ചായത്തിൽ നിന്നാണ് കൂടുതലും കുടുംബങ്ങൾ താമസിക്കുന്നത്. ട്രൈബൽ ഡിപ്പാർട്ട്മെന്റാണ് കുടുംബങ്ങളെ തെരഞ്ഞെടുത്ത് അവിടെ താമസിപ്പിച്ചത്.
സിന്ധു, ഈ കണിയാമ്പറ്റ, പഞ്ചായത്ത് ഇവർക്ക് വീടിന്റെ നമ്പർ ഇട്ട് കൊടുക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞല്ലോ, കൈവശാവശ രേഖയും അവർക്ക് കൈപ്പറ്റി, പക്ഷേ പഞ്ചായത്ത് ഇതുവരെയും നമ്പർ നൽകിയിട്ടില്ല. നിങ്ങൾക്ക് പഞ്ചായത്തിൽ ഇടപെടുന്നതിന് അങ്ങനെയാണ് പരിമിതിയുള്ളത്. പഞ്ചായത്തിൽ ഈ വീടിനെ കുറിച്ചൊരു ഡീറ്റെയിൽസും ഇല്ല അല്ലേ? ഇല്ല, ഇവര് അതിന്റെ ഒരു ഡീറ്റെയിൽ കൊടുക്കാൻ പഞ്ചായത്തിൽ തടസ്സമില്ല. നമ്പർ ഇട്ട് കൊടുക്കാൻ ഇവരുടെ കുടുംബത്തിന്റെ രേഖകളൊക്കെ അവിടെ കൊടുക്കുകയാണെങ്കിൽ നമ്പർ ഇട്ട് കൊടുക്കാൻ പഞ്ചായത്ത് എപ്പോഴും തയ്യാറാണ്. ഒരു വർഷമായി ഈ 130ഓളം 160ഓളം വീടുകൾ വെച്ചിട്ട് അവിടെ അടിസ്ഥാന സൗകര്യമായ വെള്ളം ഉറപ്പുവരുത്താതെ, വഴി ഉറപ്പുവരുത്താതെ ആ വീടുകൾ വെച്ച് കൊടുത്തത് കൊണ്ടാണ് 109ഓളം, അതും ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായത്. ഇത്തരം പ്രോജക്റ്റുകൾ ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്, ഇതിലെ അനാസ്ഥ എന്താണെന്ന് പ്രേക്ഷകർക്ക് ബോധ്യമായിട്ടുണ്ടാകുമല്ലോ. ഇത് ഞങ്ങൾ രാവിലെ എടുത്ത വിഷയമാണ്, പക്ഷേ അത് ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങളിത് ആവർത്തിച്ച് അധികാരികളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 109 വീടുകളും നമുക്ക് വേണമെങ്കിൽ ഈ മേപ്പാടിയിൽ ഈ ദുരന്തമുണ്ടായ ചൂരൽമലയിലെ ആളുകൾക്ക് വെള്ളം ഉറപ്പുവരുത്തിയാൽ കൊടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ താൽക്കാലികമായി, അവിടെ ആൾ താമസിക്കുന്നില്ലെങ്കിൽ. സിന്ധു, കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നെ? അതായത് ഈ 109 വീടുകളും വേണമെങ്കിൽ ഈ താൽക്കാലികമായിട്ട് കൊടുക്കാൻ പറ്റുമല്ലോ നമ്മുടെ ഈ ദുരിതബാധിതർക്ക്. വെള്ളം കൊടുത്താൽ, വെള്ളം അവിടെ എത്തിച്ചാൽ മാത്രം മതിയല്ലോ. ഇനി വെള്ളവും വഴിയും ആണെങ്കിൽ താൽക്കാലികമായി, അത് നിയമാനുസൃതം, അത് ത്രിതല വകുപ്പുകളാണ് പറയേണ്ടത്. നിയമാനുസൃതമായി കൊടുക്കാൻ പഞ്ചായത്തിന് സ്വാഗതാർഹമാണ്, വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് എനിക്കും സ്വാഗതാർഹമാണ്. പക്ഷേ അത് നിയമാനുസൃതം ചെയ്യണം. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയതിനു ശേഷം വേണം താൽക്കാലികമാണെങ്കിലും അവരവിടെ കൊണ്ടുപോയി താമസിപ്പിക്കണം. സിന്ധു, ഇത് എന്തുകൊണ്ടായിരിക്കും ഒരു വർഷം അവിടെ അടിസ്ഥാന സൗകര്യമായ വെള്ളം കൊടുക്കാതെ ഈ 8 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് അനാഥമാക്കിയിട്ടത്? പഞ്ചായത്ത് ഇടപെട്ട്, NREG ഇടപെട്ടിട്ട് 5 കിണർ അവിടെ വെച്ചിരുന്നു, പാസ്സാക്കിയിരുന്നു. ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് NREG ഉൾപ്പെടുത്തിയിട്ട് അതിന്റെ ടെൻഡർ നടപടികളിലേക്ക് പോയിരുന്നു. പക്ഷെ അതാരും ടെൻഡർ എടുത്തിട്ടില്ല. അല്ല, ഈ വീട് വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് അത്യാവശ്യം അവർക്ക് കുടിവെള്ളം വേണമെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? വീട് വെച്ച് കൊടുക്കുക, ഒരു വർഷമായിട്ട് വെള്ളം എത്തിക്കാതിരിക്കുക, സ്വാഭാവികമായിട്ടും അവിടെ ആൾ വന്ന് താമസിക്കില്ല. ഇതാണ് അവിടെ സംഭവിച്ചതല്ലേ? ഇനി ഒരു കാര്യം കൂടി, ഇവർക്കിനി പുനരധിവാസത്തിന് വീട് കൊടുക്കുകയാണെങ്കിൽ വെള്ളം എങ്ങനെ നമ്മൾ കൊടുക്കും? അവിടെ ഈ പറയുന്ന ഇനി കിണർ കുഴിച്ചു വേണോ അവിടെ വെള്ളം കൊടുക്കാൻ? ബോർവെൽ അടിച്ച് വെള്ളം കൊടുക്കാൻ കഴിയില്ലേ വളരെ പെട്ടെന്ന്? ബോർവെൽ അവിടെ അടിച്ചിരുന്നു, പക്ഷെ അതിൽ വെള്ളമില്ലാത്തത് കൊണ്ടാണ് ചെയ്യാൻ കഴിയാത്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും കോൺട്രാക്ടർമാർ വീട് പണി പൂർത്തിയാക്കി പൈസ വാങ്ങിപ്പോയി അല്ലേ സിന്ധു? അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വീടുകൾക്ക് ഇതേ അവസ്ഥയല്ലേ? ആ വീട്ടിലും പണി കഴിഞ്ഞാൽ വെള്ളം എത്തത്തില്ലല്ലോ ഇപ്പോഴത്തെ അവസ്ഥയിൽ? ഇല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ വെള്ളമില്ല. വെള്ളത്തിന്റെ ജലജീവൻ മിഷൻ വന്ന് നോക്കി അളന്നു പോയിട്ടുണ്ട് പഞ്ചായത്തിന്റെ. പക്ഷെ അതിന്റെ നടപടികളും നടന്നു വരുന്നതേ ഉള്ളൂ. കാഴ്ച ഇതാണ്, ഒരു വർഷമായൊരു പുനരധിവാസത്തിന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നത് പ്രളയത്തിൽ ദുരിതം അനുഭവിച്ച ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള പുനരധിവാസമായിരുന്നു അല്ലേ? അല്ല, അങ്ങനെയാണറിയില്ല. 2020 മുമ്പെയാണ്, ബെന്നിച്ചേട്ടൻ മെമ്പറായിരുന്ന സമയത്താണ് ഈ പുനരധിവാസം. പക്ഷെ പഞ്ചായത്തുമായിട്ട് ഇതിനൊരു എനിക്ക് മനസ്സിലായി, പഞ്ചായത്ത് വളരെ നേരിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെ അവിടെ ഈ വീട് വെച്ച് കൊടുത്തിട്ട്, ഞാനിന്ന് മന്ത്രിയെ ഞങ്ങൾ ശ്രമിച്ചു, പക്ഷെ മന്ത്രി ആ ഫയലൊന്നും പഠിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഇതൊന്നും അങ്ങനെ ഒരു സംഭവം നടക്കുന്നതായിട്ട് പോലും അവിടെയുള്ള പല അധികാരികൾക്കും അറിയില്ല എന്നുള്ളതാണ് വസ്തുത. എങ്ങനെ കാണും? അതുകൊണ്ടാണല്ലോ നമ്മളവരെ കാണാമറയത്തുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഒരു അനുഭവമാണ് എന്നുള്ളത് മാത്രം ഞങ്ങൾ ഓർമ്മപ്പെടുത്താനാണ്. താങ്ക് യു സിന്ധു പ്രതികരിച്ചതിന്. ഇത് പ്രേക്ഷകർ മനസ്സിൽ വെച്ചേക്കുക. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പുനരധിവാസത്തിൻ്റെ. ചോദിക്കാനും പറയാനും ആളില്ലെങ്കിൽ കാട്ടിലെ തടി തേവരുടെ ആന എന്നതാണ് അവസ്ഥ. അവിടെ മാധ്യമങ്ങളോ ആളുകളോ വിഷയം ഉയർത്തിയാൽ മാത്രം അവിടെ ശ്രദ്ധ പതിയുന്നൊരു സാഹചര്യമുണ്ട്. അതുണ്ടാവാൻ പാടില്ല. ഒരു വർഷമായി 109 വീടുകൾ അനാഥമായി കിടക്കുന്നു. ആ വീട്ടിലേക്കുള്ള ആവശ്യം വേണ്ടുന്ന വസ്തുവാണ് വെള്ളം എന്നുള്ളത് മനസ്സിലാക്കാൻ അധികാരികൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയതല്ലോ. കരാറുകാർ പൈസയൊക്കെ വാങ്ങിച്ചു പോയി, അവരെല്ലാവരും ഹാപ്പിയായി. പക്ഷേ ആ 109 വീട്ടിലെ ആളുകൾ ഇപ്പോഴും അവരവരുടെ പരിതസ്ഥിതികളിൽ കഴിയുകയാണ് എന്നത് ഓർമ്മപ്പെടുത്തുന്നു. പുനരധിവാസം ഇങ്ങനെ ആകരുത് എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഞങ്ങൾ നത്തംകുനി മലയിൽ നിന്നുള്ള ഈ പുനരധിവാസത്തിൻ്റെ നേർചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. സർക്കാർ
സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയും വേണം.